ഗുഡ് ഈവനിങ് കുട്ടികളെ. അപ്പോൾ കുട്ടികളെ, വളരെ വളരെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു കർഷകന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അയാളുടെ പേര് മിക്ക. അതിനർത്ഥം ദൈവത്തെ പോലുള്ളവൻ. അയാൾ മെരേഷത്ത് എന്ന ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. പിതാവേ നോക്കൂ, ഈ ശാഖയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കുപ്പി വീഞ്ഞുണ്ടാക്കാം. ഞാനൊന്ന് രുചിക്കട്ടെ. ഇതിന് നല്ല രുചിയുണ്ടല്ലോ. കൂടുതൽ കഴിക്കല്ലേ അഥാലിയ, നിനക്ക് വല്ല വയറുവേദനയും വരും. സാരമില്ല പ്രിയേ, ദൈവത്തിന്റെ അനുഗ്രഹം അവൾ അനുഭവിക്കട്ടെ. ഇതുപോലത്തെ വിളവ് ഒലിവിൽ നിന്നും അത്തിയിൽ നിന്നും കിട്ടിയാൽ നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് തീരുമായിരുന്നു. നമ്മുടെ കടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ രാജാവ് നല്ല ദയാലുവാണ്. അതെ, അദ്ദേഹം ഈ നിലം തന്നു, കൂടാതെ ആവശ്യത്തിനുള്ള പണവും കടമായി തന്നു. അദ്ദേഹം തന്റെ പിതാവ് ഉസിയ രാജാവിനെ പോലെ നല്ലവനാണ്. അതെ, കർത്താവിന്റെ വഴികൾ ആർക്കാ അറിയുക? അതെ, അതുകൊണ്ടാണ് കടങ്ങളെക്കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞത്. ദൈവം നമുക്ക് വേണ്ടത് തരും. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്രയും നല്ല വിളവ് തന്ന് അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിക്ക തൻ്റെ നിലത്തെ രാപകലില്ലാതെ ജോലി ചെയ്തു. ഈ വിളവെടുപ്പ് കാലത്തോടെ തൻ്റെ കടങ്ങളെല്ലാം തിരിച്ചടയ്ക്കാമെന്ന് അയാൾ വിശ്വസിച്ചു. അക്കാലത്ത് നിലം ഉഴുതിയതിനു ശേഷം അയാൾ വീട്ടിലേക്ക് പോവുകയായിരുന്നു. മിക്ക, ആരാണ്? ആ, അബിയ, നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട്. മിക്ക, എനിക്ക് നിന്നോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പറയൂ അബിയ, എന്താണ്? പിന്നെ യോന അഥാലിയെ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? യോനയ്ക്ക് അവളെ വലിയ ഇഷ്ടമാണ്, നിനക്കറിയാമല്ലോ. അത് നല്ലൊരു കാര്യമാണ്. നീ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരൂ. ഞാൻ എൻ്റെ ഭാര്യയോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ. അബിയ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. എനിക്കും. നിങ്ങളുടെ ഭാര്യയും മകൻ യോനയും സുഖമായിരിക്കുന്നോ? അവരെല്ലാം സുഖമായിരിക്കുന്നു. നോക്കൂ, വാ, നമുക്ക് അകത്തേക്കിരിക്കാം. ഒരു നല്ല കാര്യം നിന്നെ അറിയിക്കാനുണ്ട്. കേൾക്കൂ പ്രിയേ, അബിയ നമ്മുടെ മോൾക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ് ചെറുക്കൻ? ഞാൻ എൻ്റെ മൂത്ത മകൻ യോനായ്ക്ക് വേണ്ടിയാണ് അഥാലിയെ ചോദിക്കുന്നത്. ഓ, അത് നന്നായി. അദാലിയ, അദാലിയ, ഇവിടെ വരൂ. എന്താ അമ്മേ? അദാലിയ, നിന്നോട് ഞങ്ങൾക്ക് ഒരു നല്ല വിശേഷം പറയാനുണ്ട്. അതെന്താ അമ്മേ? നിനക്ക് അബിയായുടെ മൂത്ത മകൻ യോനയെ അറിയാമോ? പിന്നെ എനിക്കറിയാം. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഒരുമിച്ച് കളിച്ചിരുന്നവരല്ലേ. ഇപ്പോഴിതാ അബിയ യോനയ്ക്ക് വേണ്ടി നിന്നെ ആലോചിക്കാൻ വന്നിരിക്കുന്നു. ആഹാ, പെണ്ണിന് നാണം വന്നു. പിതാവേ, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇത് നല്ല ആലോചനയാണ് പിതാവേ. മോനായ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ എനിക്കറിയാം, അയാൾ നല്ലൊരു മനുഷ്യനാണ്. ശരി, നമ്മളെല്ലാം സമ്മതിച്ച സ്ഥിതിക്ക് വിവാഹത്തിന്റെ ദിവസം ഉറപ്പിച്ചുകൂടെ? തീർച്ചയായും. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും തീയതിയുണ്ടോ? അടുത്ത ആഴ്ച കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച എങ്ങനെയുണ്ട്? ആഴ്ചയുടെ 6-ാം ദിവസം. ആദത്തെയും ഹൗവയും ദൈവം സൃഷ്ടിച്ച ദിവസമല്ലേ? അത് നന്നായി, എനിക്ക് സമ്മതമാണ്. ശരി, എന്നാൽ നമുക്കത് ഉറപ്പിക്കാം. അബിയ, നാളെ നമുക്ക് വയലിൽ വെച്ച് കാണാം. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. തീർച്ചയായും. നാളെ നമുക്ക് ഉറപ്പായും വയലിൽ വെച്ച് കാണാം. ഞാൻ ഇറങ്ങട്ടെ. അപ്പാ, അപ്പാ. എന്താ മോനെ? അത് നമ്മുടെ രാജാവ്, അദ്ദേഹം. എന്തു പറ്റി മകനെ? ജോധാ രാജാവ് ഇന്ന് മരിച്ചു. അദ്ദേഹത്തിന്റെ മകൻ അഹാസ് ജൂദായിലെ രാജാവായി. എന്ത്? അയ്യോ, അദ്ദേഹം നല്ല അനുകമ്പയുള്ള ആളായിരുന്നു. നമ്മുടെ പുതിയ രാജാവ് എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയില്ല. അദ്ദേഹം തീരെ പക്വതയില്ലാത്തവനാണ്. അതെ, നമ്മുടെ രാജാവിന് 41 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ആത്മശാന്തി ഉണ്ടാവട്ടെ. ആ മിക്ക, ഞാൻ ഒത്തിരി വൈകി. എനിക്കിപ്പം തന്നെ ഇറങ്ങണം. നമുക്ക് നാളെ വയലിൽ വെച്ച് കാണാം. ശരി അബിയ, നമുക്ക് നാളെ കാണാം. അവർ തീരുമാനിച്ചതുപോലെ യോനയും അഥാലിയെയും വിവാഹം ചെയ്യുവാനുള്ള ദിവസമെത്തി. മക്കളെ, നിങ്ങളെന്ന് നടത്തുന്ന വാഗ്ദാനം എന്നും ഓർക്കണം. മിക്കായുടെ മകൾ അഥാലിയ എന്ന നിന്നെ മോശയുടെ നിയമമനുസരിച്ച് വിവാഹം ചെയ്യുന്നെന്ന് ഞാൻ ഇതിനാൽ വാഗ്ദാനം ചെയ്യുന്നു.
എന്താണ് ആ ശബ്ദം? അത് വിളംബര ശബ്ദമാണല്ലോ. അത് രാജാവിന്റെ വിളംബരമാണ്. എല്ലാവരും ശ്രദ്ധിക്കൂ, ഇത് ആഹാസ് രാജാവിന്റെ കൽപ്പനയാണ്. സുരിയായും ഇസ്രായേലും യൂദയായ്ക്കെതിരെ ഒത്തുചേർന്നിരിക്കുകയാണ്. 16-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള ആണുങ്ങളെ ഒരാഴ്ചയ്ക്കുള്ളിൽ സൈന്യത്തിൽ പേര് ചേർക്കണം. അയ്യോ എന്റെ മക്കളെ, ഖജനാവിൽ നിന്നും കടമെടുത്തിരിക്കുന്ന പണമെല്ലാം എല്ലാവരും ഉടൻ തന്നെ തിരിച്ചടയ്ക്കണം. എങ്ങനെ? അത് അസാധ്യമാണ്. ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ നമ്മുടെ കടങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും? ഇല്ല, നമ്മുടെ ആൺകുട്ടികളെ നമ്മൾ എന്തിനു കുരുതി കൊടുക്കണം? ഇല്ല, ഇത് സത്യമായിരിക്കില്ല. ദൈവമേ സഹായിക്കണേ, ദൈവമേ. ഓ എന്റെ കർത്താവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വിട്ടു പോവുകയാണ്. അമ്മേ, കരയാതിരിക്കൂ. അവരുടെ സൈന്യത്തെ തോൽപ്പിച്ച് ഞങ്ങൾ ഉടൻ തിരിച്ചെത്തും. അപ്പാ, അനുഗ്രഹിക്കൂ. നിന്റെ സഹോദരന്റെ കാര്യം നോക്കണം. ജീവനോടെ തിരിച്ചു വരും മക്കളെ. ഞങ്ങൾ വരും പിതാവേ, വിഷമിക്കാതിരിക്കൂ. മിക്കയുടെ 2 പുത്രന്മാരും യുദ്ധത്തിൽ പങ്കെടുക്കാനായി പോയി. തൻ്റെ പുത്രന്മാരെ അവസാനമായി കാണുകയാണെന്ന് മിക്ക ഒരിക്കലും കരുതിയില്ല. അവർ യുദ്ധത്തിൽ മരിക്കാൻ പോവുകയായിരുന്നു. എന്റെ കർത്താവേ, എന്റെ മക്കൾ സുരക്ഷിതരായിരിക്കണേ. നീ വിഷമിക്കാതിരിക്കൂ പ്രിയേ, കർത്താവ് അവരെ സംരക്ഷിക്കും. പക്ഷെ നമ്മുടെ കടത്തിന്റെ കാര്യമോ? ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കും? അത് നമുക്കുള്ള ധാന്യങ്ങളും എല്ലാ സാധനങ്ങളും വിറ്റാലും നമുക്ക് തികയുകയില്ല. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ നാളെ ചന്തയിലേക്ക് പോകുന്നുണ്ട്. ലാബാനോട് കുറച്ച് പണം കടം ചോദിക്കാം. എന്നാലേ നമ്മുടെ നിലം നമുക്ക് രക്ഷിക്കാനാകൂ. വിഷമിക്കാതെ പ്രിയനെ, അതൊക്കെ ശരിയാകും. അതെ, കർത്താവായ ദൈവം നമ്മെ കൈവിടില്ല. അടുത്ത ദിവസം തൻ്റെ സാധനങ്ങൾ വിൽക്കാനായി മിക്ക ചന്തയിലേക്ക് പോയി. പക്ഷെ അവിടുത്തെ സ്ഥിതി പ്രക്ഷുബ്ധമായിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് കർഷകർക്ക് തങ്ങളുടെ വിളകൾ വിൽക്കേണ്ടി വന്നു. കച്ചവടക്കാർ ഈ സാഹചര്യം ലാഭമുണ്ടാക്കാനായി ഉപയോഗിച്ചും കൊണ്ടിരുന്നു. എന്ത്? ഇത് വഞ്ചനയാണ്. 50 ലിറ്ററിന് 1 ഷെക്കലോ? അതെ അതെ, വിലയിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? പക്ഷേ അത് പകുതി വില പോലും ആകുന്നില്ലല്ലോ. നോക്കൂ, നിനക്കിത് വിൽക്കണോ? വിൽക്കണമെങ്കിൽ ഇതായിരിക്കും വില. നിനക്കിത് പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിക്കോളൂ. പക്ഷേ നോക്കൂ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കൃഷി ചെയ്യുന്നത്. അതെനിക്കറിയേണ്ട കാര്യമില്ല. നീ മാറി നിൽക്കൂ, അടുത്ത ആൾക്ക് കടന്നു വരാം. ഏയ് ലാബാൻ. മിക്ക, എന്റെ സുഹൃത്തെ, നീ എന്തിനാണ് ഇവിടെ വന്നത്? ലാബാൻ, എന്റെ വിളവ് വിൽക്കാൻ ഞാൻ വന്നതാണ്. കൂടാതെ എനിക്ക് കുറച്ച് പണവും കടം തരണം. അതിനെന്താ പ്രശ്നം? നിന്റെ വിളകളൊന്ന് കാണിക്കൂ. അത് ഞാൻ നിനക്കിതിന് 200 ഷെക്കൽ തരാം. എന്ത്? ഇതിന് 200 ഷെക്കലോ? അത് പകുതി വില പോലും ആകുന്നില്ലല്ലോ. നോക്കൂ മിക്ക, വില ഓരോ മിനിറ്റിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജാവിൻ്റെ ഉത്തരവാണ് അതിന് കാരണം. കർഷകരെല്ലാം അവരുടെ വിളകൾ വിൽക്കുവാൻ കഷ്ടപ്പെടുകയാണ്. പക്ഷേ ഞാൻ... വേണമെങ്കിൽ മറ്റ് കച്ചവടക്കാരുടെ അടുത്ത് നീ വില അന്വേഷിച്ചോളൂ. ഞാൻ തരുന്ന വില മറ്റാർക്കും തന്നെ തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശരി, ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് വേറെ മാർഗമില്ലല്ലോ. ഇതാ പണമെടുത്തോളൂ. മിക്ക തൻ്റെ വിളവുകൾ വിൽക്കാൻ പോയ സമയത്ത് ഭടന്മാർ കരം പിരിക്കാനായി മൊരേഷത്ത് ഗ്രാമത്തിലെത്തി. അയ്യോ, സഹായിക്കൂ! ഞങ്ങളുടെ പണം തരൂ, അല്ലെങ്കിൽ നിന്റെ വള തരൂ. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് മിക്കയുടെ വീടല്ലേ? അത് തന്നെ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ കരം പിരിക്കാൻ ഇറങ്ങിയതാണ്. നിങ്ങളുടെ പണം തയ്യാറായിട്ടുണ്ടോ? ഇല്ല, പക്ഷെ എന്റെ ഭർത്താവ് ചന്തയിൽ സാധനങ്ങൾ വിൽക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്നാൽ ഞങ്ങൾ ഉടൻ പണം അടയ്ക്കാം. പറ്റില്ല. ഇന്നലെയായിരുന്നു അവസാന ദിവസം. ഇപ്പോൾ തന്നെ പണം അടയ്ക്കണം, അല്ലെങ്കിൽ നിന്റെ ആഭരണങ്ങൾ തരൂ. ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? കടന്നു പോകൂ. ഞാൻ ഒന്നും തരാൻ പോകുന്നില്ല. എന്റെ ഭർത്താവ് വരട്ടെ, വന്നിട്ട് ഞങ്ങൾ പണം അടയ്ക്കാം. അമ്മേ, അമ്മേ, നിൽക്കൂ. എന്നെ വിടൂ, എന്നെ വിടൂ. നിൽക്കട അവിടെ. ഞങ്ങളുടെ വീതമാണിത്. നാളെ തിരിച്ചെത്തി 500 ഷെക്കൽ ഞങ്ങൾ മേടിച്ചു കൊള്ളാം. അത് മതി, നമുക്ക് വേണ്ടത് കിട്ടി.
ഇനി നീ ആ ചെക്കനെ വിട്ടേക്ക്. അമ്മേ അമ്മേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, നമുക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ദൈവമേ, സഹായിക്കൂ. ഹോ ഹോ, ഇത് കൊള്ളയാണ്. ഒന്നും കിട്ടാതെ തന്നെ കർഷകർക്കെല്ലാം വിൽക്കേണ്ടി വന്നു. എന്താണ് ഇവിടെ ഇത്ര നിശബ്ദത? അഥാലിയ, ഇവിടെ ആരുമില്ലേ? അപ്പാ, അപ്പാ അങ്ങ് എത്തിയോ? എത്തി. ഇവിടെ എന്താണ് നടന്നത്? എന്താണ് ഇത്ര നിശബ്ദത? പ്രിയനെ, അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ഭടന്മാർ ഇവിടെ വന്നിരുന്നു. രാജാവിന്റെ ഭടന്മാരോ? അവർ കരം പിരിക്കാനായി ഇവിടെ വന്നതാണ്. നാളെ അടയ്ക്കാമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞതാണ്. അവർ എല്ലാവരെയും ഉപദ്രവിച്ചിട്ട് ഞങ്ങളുടെ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞു. അപ്പാ, അത് കള്ളന്മാരുടെ സംഘമായിരുന്നു. അവർ അമ്മയെ ഉപദ്രവിച്ചു. അമ്മ കേണപേക്ഷിച്ചിട്ടും അവർ വെറുതെ വിട്ടില്ല. എന്ത്? അവർക്ക് അത്രയ്ക്ക് ധൈര്യമോ? ഈ നാട്ടിൽ നിയമമുണ്ട്. ഭടന്മാർ പോലും ഈ നിയമം അനുസരിച്ചിരിക്കണം. നാളെ ഞാൻ കോടതിയിലേക്ക് പോവുകയാണ്. ഇത് ചെയ്ത ഭടന്മാർക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ ന്യായാധിപനോട് പറയും. വേണ്ട പ്രിയനെ, അത് നല്ലൊരു ഉപായമല്ല. അവർ രാജാവിന്റെ ആളുകളാണ്. അതെ അപ്പാ, കോടതിയിൽ ധാരാളം ഭടന്മാരുണ്ടാവും. അങ്ങ് പോയി അവർക്കെതിരെ പരാതി പറഞ്ഞാൽ അവർക്കൊട്ടും ഇഷ്ടമാവില്ല. ഇല്ല, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. എന്റെ ഭാര്യയെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. നടന്ന കാര്യങ്ങൾ കേട്ടിട്ട് മിക്ക തകർന്നു പോയിരുന്നു. അയാൾ കരുതി കോടതിയിൽ നിന്ന് അയാൾക്ക് നീതി ലഭിക്കുമെന്ന്. അടുത്ത ദിവസം മിക്ക ജഡ്ജിയെ കാണാൻ പോയി. അടുത്തയാൾ മിക്ക, എന്താണ് നിന്റെ പരാതി? എന്റെ പ്രഭു, ഞാൻ വീട്ടിലില്ലായിരുന്ന സമയത്ത് 2 ഭടന്മാർ എന്റെ വീട്ടിലെത്തി. എന്നിട്ട് നിർത്തോ. ഭടന്മാർക്കെതിരെ കുറ്റം ആരോപിക്കാനുള്ള സ്ഥലമല്ലിത്. നിങ്ങളുടെ പരാതി എഴുതിത്തരൂ. ഞാനത് അതാത് മേലാധികാരികളെ അറിയിക്കാം. പിന്നെ അങ്ങ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? പരാതികൾ കേൾക്കാനല്ലേ അങ്ങ് ഇവിടെ ഇരിക്കുന്നത്? വാക്കുകൾ സൂക്ഷിക്കൂ. ഞാനൊരു ജഡ്ജിയാണ്. നീ എന്നെ ചൊടിപ്പിച്ചാൽ എനിക്ക് നിന്നെ ശിക്ഷിക്കാനാവും. എനിക്കതിൽ പേടിയില്ല. നിങ്ങൾക്ക് പാവങ്ങൾക്ക് നീതി നൽകാനാവില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. ഭടൻ, അവനെ ഇവിടെ നിന്ന് പുറത്താക്കൂ. എന്നിട്ട് നീതി എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. നിനക്ക് ഇത്ര ധൈര്യമോ? ആ, ഞങ്ങൾക്കെതിരെ നീ പരാതി നൽകുമോ? ദാ പിടിച്ചോ. അയ്യോ അയ്യോ അയ്യോ. ഭടന്മാർ മിക്കയെ ശരിക്കും ഉപദ്രവിച്ചു. അയാൾ വളരെയധികം നിരാശനായിപ്പോയി. മാന്യമായ ഒരു ജീവിതം നയിക്കാൻ ജീവിതകാലം മുഴുവൻ അയാൾ അധ്വാനിച്ചിരുന്നു. എന്നാൽ ഇന്നോ അയാളുടെ ഭാര്യ ഉപദ്രവിക്കപ്പെട്ടു. ജഡ്ജി അയാളെ അവഹേളിച്ചു. ഭടന്മാർ അയാളെ ഉപദ്രവിച്ചു. അയാളുടെ പണമെല്ലാം ഇന്ന് ചന്തയിൽ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ മിക്ക വിശ്വാസമുള്ളൊരു മനുഷ്യനായിരുന്നു. തൻ്റെ കടങ്ങൾ വീട്ടുവാനായി വീണ്ടും ജോലി ചെയ്യുവാനായി അയാൾ തീരുമാനിച്ചു. തൻ്റെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനായി. എന്നാൽ ഒരു നാൾ മിക്ക അടുത്തുള്ള പട്ടണത്തിലേക്ക് പോയപ്പോൾ ഒരു കൂട്ടം പടയാളികൾ അയാളുടെ വയലിലേക്ക് വന്നു. മൊറേഷദ് ഗ്രാമം ഭടന്മാർക്ക് വീട് പണിയാനായ രാജാവ് കൊടുത്തിരുന്നു. പക്ഷേ മൊറേഷദിലെ കൃഷിക്കാർ ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഭടന്മാർ കർഷകരെ തുരത്താനായി അവിടെ തമ്പടിച്ചു. ഹേയ് നോക്കൂ, വളരെ വലിയൊരു പട ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. അത് നമ്മുടെ മക്കൾ യുദ്ധം കഴിഞ്ഞ് വരുന്നതാകാം. പക്ഷേ എനിക്ക് കണ്ടിട്ട് അത്ര നന്നായി തോന്നുന്നില്ല. മൊറേഷ്യസിലെ ജനങ്ങളെ, സൈന്യം ഈ ഗ്രാമം ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഗ്രാമം വിട്ടുപോകണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അടിമകളായി ഇവിടെ താമസിക്കാം. എന്ത്? ഇത് ഞങ്ങളുടെ നിലമാണ്. ഞങ്ങൾ നിങ്ങളുടെ അടിമകളോ? ഒരിക്കലുമില്ല. നിങ്ങൾ എതിർത്താൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഞങ്ങളുടെ നിലം കയ്യേറാൻ അനുവദിക്കില്ല. ഞങ്ങൾ മരണം വരെ പോരാടും. അതെ, ഞങ്ങളുടെ വയലിൽ കാൽ കുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഭടന്മാരെ ആക്രമിക്കൂ. ഗ്രാമീണർ ഭടന്മാരെ എതിർത്തു. പിന്നീട് നടന്നത് ക്രൂരമായ കൂട്ടക്കൊലയായിരുന്നു. ഗ്രാമീണരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. അവരുടെ വീടുകളെല്ലാം അഗ്നിക്കിരയായി. മിക്ക തിരിച്ചെത്തിയപ്പോൾ അയാളുടെ കുടുംബത്തിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും ചാരക്കൂമ്പാരമായിരുന്നു. ഇല്ല. ഓ ദൈവമേ, ആ വൃത്തികെട്ട ഭടന്മാർ എൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും മകളെയും കൊന്നു. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ എവിടെ? ഈജിപ്തിൽ ഞങ്ങളെ സ്വതന്ത്രനാക്കിയ ദൈവം എവിടെ?
ഈ വയൽ മുഴുവൻ രക്തത്തിൽ കുതിർന്നു കിടക്കുന്നത് കാണാൻ നിനക്ക് കണ്ണുകളില്ലേ? മതി, എനിക്കിനി സഹിക്കാനാവുന്നില്ല. ഞാനും എൻ്റെ കുടുംബത്തോടൊപ്പം ചേരാൻ പോവുകയാണ്. നിങ്ങൾ ആരാണ്? നീ ഇപ്പോൾ വെല്ലുവിളിച്ച ദൈവമാണ് ഞാൻ. നിങ്ങൾ ദൈവമാണെങ്കിൽ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും ഒപ്പം ചേരാൻ എന്നെ അനുവദിക്കൂ. എനിക്ക് നിന്റെ വേദന മനസ്സിലാകും. നിനക്ക് നിന്റെ ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടു. അവർ എൻ്റെയും കൂടി മക്കളാണ്. എൻ്റെ മക്കൾ വാളിനിരയാകുന്നത് ഞാൻ നോക്കി നിന്നു. അവരുടെ രോദനം എൻ്റെ ഹൃദയം തുളച്ചു. എന്നാൽ അങ്ങ് എന്താണ് നിശബ്ദനായിരിക്കുന്നത്? മിക്ക, നിനക്കെന്റെ വേദന ഇപ്പോൾ മനസ്സിലാവില്ല. നിന്റെ മക്കളെ എൻ്റെ പക്കൽ സുരക്ഷിതരാണ്. എങ്കിൽ ദയവായി അവരോടൊപ്പം ചേരാൻ എന്നെ അനുവദിക്കൂ. സമയമായില്ല. നിന്റെ വേദന കോപവും ശക്തിയുമായി മാറും. നീ ചെന്ന് പഴത്തലവന്മാരോടും ജഡ്ജിമാരോടും രാജാവിനോടും മുഖം കോർക്കൂ. പക്ഷേ കർത്താവേ, ഞാൻ വയസ്സിനും അറിവില്ലാത്തവനുമാണ്. ഭയപ്പെടാതിരിക്കൂ. നീ എൻ്റെ ആത്മാവിനാൽ നിറയപ്പെടും. മിക്ക ദൈവാത്മാവിനാൽ നിറയപ്പെട്ടു. ആ ശക്തിയാൽ മിക്ക ഒരു പുതിയ മനുഷ്യനായി തന്റെ ദൗത്യം തുടങ്ങി. ദാത്താൻ, ഭീരുവായവനെ, കൊലപാതകി, നീ എന്റെ ഭാര്യയെയും കുട്ടികളെയും കൊന്നു. നീ നിരപരാധികളുടെ രക്തം ചൊരിയിച്ചു. ആരാണ് അയാൾ? അത് മിക്കയാണ്. നാം അവന്റെ സ്ഥലത്താണ് നമ്മുടെ വീട് പണിതിരിക്കുന്നത്. അതിനെന്താ? ഭടന്മാരെ, ആ ഭ്രാന്തനെ പിടിക്കൂ. മാറി നിൽക്കൂ. ഭടന്മാർ അയാളെ പിടിച്ചു കൊടുക്കാൻ വന്നപ്പോൾ അവർ ഭയന്നുപോയി. കാരണം മിക്ക ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരുന്നു. നിങ്ങൾ എന്താ കരുതിയത് സമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയുമെന്നോ? ഈ മണ്ണ് എന്റെ വിയർപ്പിൽ കുതിർന്നതാണ്. ഈ മണ്ണിന് എന്റെ മക്കളുടെ മണമാണ്. നിങ്ങൾ എന്താണൊന്നും ചെയ്യാത്തത്? എനിക്ക് ഭയമാണ്. നീ ഞങ്ങളുടെ നിലം കൈക്കലാക്കി. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ പതിക്കാൻ പോവുകയാണ്. അയാൾ അത്രയധികം പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് അയാളെ പോകാൻ അനുവദിച്ചത്? അത് സത്യമാണ്. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണ്. നമ്മുടെ കൈകളിൽ രക്തക്കറയുണ്ട്. മിക്ക ദൈവകോപത്താൽ ജ്വലിച്ച് തലസ്ഥാനമായ ജെറുസലേമിലേക്ക് നടന്നു. ജഡ്ജിമാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് രാജാവിനെ കാണാൻ അയാൾ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അത് മിക്കയല്ലേ? അതെ, അയാൾ തന്നെയാണ്. അയാൾ ഇപ്പോൾ വളരെയധികം വ്യത്യസ്തനായിരിക്കുന്നു. ഏയ്, ഇന്ന് രാവിലെ പടത്തലവൻ ദാത്തനെ അയാൾ വിറപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞോ? കർത്താവിന്റെ ആത്മാവ് അയാളുടെ മേലുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, മിക്ക ശരിക്കും ഒരു പ്രവാചകനായി എന്ന് തോന്നുന്നു. അഴിമതി നിറഞ്ഞവനെ, ആഹാസ്, എന്റെ സേവകൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ജെറുസലേമിന്റെ തെരുവുകൾ നിഷ്കളങ്കരുടെ രക്തം കൊണ്ട് നീ പ്രളയമുണ്ടാക്കി. വായടയ്ക്കൂ, ഇത് രാജസദസ്സാണ്. അപ്പോൾ നിങ്ങളാണോ പ്രധാന പുരോഹിതൻ? അതെ, ഞാൻ തന്നെ. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ബലിയുടെ പേരിൽ കുരുതി കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അത് കർത്താവിനുള്ള ബലിയർപ്പണമായിരുന്നു. എടാ ഭീരു, നിനക്ക് നിന്റെ സ്വന്തം കഴുത്തെടുത്ത് ബലിയർപ്പിച്ചു കൂടായിരുന്നുവോ? മനുഷ്യക്കുരുതി നടത്താൻ നിന്നോട് ആരാണ് പറഞ്ഞത്? നിർത്തൂ. ഞാനാണ് ഈ രാജ്യത്തെ രാജാവ്. ഈ രാജ്യത്തെ നിയമങ്ങൾ ഞാൻ തീരുമാനിക്കും. അത് കോടതികൾ നടപ്പാക്കുകയും ചെയ്യും. നീ കാരണം സിയോൺ ഉഴവ് നിലമായി മാറും. ജെറുസലേം ഉരുളൻ കല്ലിന്റെ കൂട്ടവും. ഈ വിശുദ്ധമായ മല ഒരു കാടായി രൂപാന്തരപ്പെടും. എന്റെ പ്രഭു, നമ്മൾ ഇതിനെയും അനുവദിക്കണമോ? നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ബെത്ലഹേമിൽ നിന്നൊരു രാജാവ് വരും. അയാൾ സമാധാനത്തോടും നീതിയോടും ഭരിക്കും. നിർത്തൂ. ദൈവമാണ് ഈ രാജ്യത്തിന്റെ രാജാവായി എന്നെ നിയമിച്ചത്. ദൈവം തന്നെ നിങ്ങളെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കും. നിങ്ങൾ പാപങ്ങളെ കൊള്ളയടിച്ചു, ബലഹീനരെ തകർത്തു. എന്തിനാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കാൻ അനുവദിക്കുന്നത്? ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: നീതിയോടെ പെരുമാറൂ, മൃദുവായി സ്നേഹിക്കൂ, എളിമയോടെ നടക്കൂ. ജെറുസലേം അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടും. അത് വീണ്ടും സമാധാനത്തിന്റെയും നീതിയുടെയും നഗരമായി തീരും. അധികാരത്തിലിരിക്കുന്ന എല്ലാവരെയും മിക്ക വെല്ലുവിളിച്ചു. പക്ഷേ അയാളെ തൊടാൻ ആരും ധൈര്യം കാണിച്ചില്ല. ദൈവം അയാളെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫിലിസ്ത്യർ മൊറേഷത്ത് പിടിച്ചടക്കി പട്ടണം നശിപ്പിച്ചു. അങ്ങനെ മിക്കായുടെ വാക്കുകൾ നിറവേറി. നഗരങ്ങളും ഗ്രാമങ്ങളും ചുറ്റി നടന്ന് മിക്ക സമാധാനത്തിൻ്റെയും നീതിയുടെയും സന്ദേശം പ്രഖ്യാപിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അയാൾ. ഇതായിരുന്നു മിക്കായുടെ കഥ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? നന്നായി. എന്നാൽ ഞാൻ കഥയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ശരി. മിക്ക എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് പറയൂ. മിക്ക എന്ന പേര് ഹീബ്രു വാക്കായ മിഖായേലിൽ നിന്നും ഉണ്ടായതാണ്. അതിന്റെ അർത്ഥം ദൈവത്തെ പോലുള്ളവൻ എന്നാണ്. ശരി ഉത്തരമാണ് ലൂസി. ഇനി മിക്ക എവിടെയാണ് ജനിച്ചതെന്ന് പറയാമോ? മൊറേഷത്ത് എന്ന പട്ടണത്തിലാണ് മിക്ക ജനിച്ചത്. വളരെ ശരിയാണ് മാത്യു. അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ ദുരന്തം എന്താണെന്ന് പറയൂ. അഹാസ് രാജാവിന്റെ ആജ്ഞപ്രകാരം തന്റെ പുത്രന്മാരെ മിക്കയ്ക്ക് യുദ്ധത്തിനായി അയക്കേണ്ടി വന്നു. അതായിരുന്നു ആദ്യത്തെ ദുരന്തം. ശരിയാണ്. ഇനി മിക്ക പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് ആവർത്തിക്കുക. നീതിയോടെ പെരുമാറൂ, മൃദുലമായി സ്നേഹിക്കൂ, നിങ്ങളുടെ ദൈവത്തിനൊപ്പം എളിമയോടെ നടക്കൂ. ഇനി നമുക്കിത് ചേർത്ത് പറയാം. നീതിയോടെ പെരുമാറൂ, മൃദുലമായി സ്നേഹിക്കൂ, ദൈവത്തിനൊപ്പം എളിമയോടെ നടക്കൂ. വളരെ നന്നായി. ഇനി ഇന്ന് പിരിയുന്നതിന് മുമ്പ് നാളെ ഞാൻ എന്ത് കഥയാണ് പറയുന്നതെന്ന് പറയട്ടെ. ഏത് കഥയാ പറയുന്നത് ഫാദർ? നാളെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കഥ രാജ്യം മുഴുവൻ മാനസാന്തരപ്പെടുവാനായി കർത്താവ് അയച്ചൊരു പ്രവാചകന്റെ കഥയാണ്. പരിശുദ്ധനായ ദൈവം വിശുദ്ധീകരിച്ചൊരു പ്രവാചകന്റെ കഥ, യേശയ്യാ പ്രവാചകന്റെ കഥ. ശരി, ഇന്നത്തേക്ക് ഇത് മതി. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.